നോക്കിയത് ഞാനിപ്പോൾ ഉള്ളത് ബ്രസീലാണ്. ബ്രസീൽ സെംപോളോന്ന് ഞാൻ ബസ് കയറിയിട്ട് ഞാൻ റിയോ ഡെ ജനീറോയിലേക്കാണ് പോകുന്നത്. ബസ് എടുത്തിട്ടാണ് പോകുന്നത്. കണ്ടോ, ഈ ഒരു ബസ്സിലാണ് ഞാനും പോകുന്നത്. പുഷ് ബാക്ക് സീറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഭയങ്കര അടിപൊളിയാണ്. നല്ല കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് പോവാം. ഇവിടെ ആക്ച്വലി നേരത്തെ ബുക്ക് ചെയ്യുകയാണെങ്കിൽ റേറ്റ് ഫ്ലൈറ്റിനും ബസ്സിനൊക്കെ ഓൾമോസ്റ്റ് സെയിം ആണ്. അങ്ങനെയാണ് റേറ്റ് വരുന്നത് കേട്ടോ. ഇതാണ് ഹൈവേയിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം നട്ടുച്ച സമയമാണ്, പക്ഷേ ഒരു മൂടലാണ്, ലൈക്ക് ക്ലൗഡി ആയിട്ടാണ് നിൽക്കുന്നത്. കാരണം എന്താ വെച്ചാൽ ഫുള്ള് മഴയൊക്കെ വരാൻ പോകുന്ന പോലെയാണ്. പക്ഷേ ഇവിടെ വിൻ്റർ സ്റ്റാർട്ടിംഗ് ആണ്, അതുകൊണ്ടാണ് നല്ല തണുപ്പുണ്ട്. ഈവൻ ബസ്സിൻ്റെ ഉള്ളിൽ പോലും നല്ല തണുപ്പുണ്ട് കേട്ടോ. റിയോ ഡെ ജനീറോയിലേക്ക് സെംപോളോന്ന് ഏകദേശം ഒരു 7 മണിക്കൂർ എടുക്കും. രാത്രിയാണെങ്കിൽ ഒരു 6.5 മണിക്കൂർ എടുക്കും. എനിക്ക് തോന്നുന്നു ഇത് അതിൽ കൂടുതൽ സമയം എടുക്കും. 7 മണിക്കൂറല്ല എടുക്കുക, അതിൽ കൂടുതൽ എന്തായാലും എടുക്കും. കാരണം അത്യാവശ്യം നല്ല ട്രാഫിക് ഉണ്ടായിരുന്നു. ഇപ്പോഴാണ് ഒന്ന് നോർമലായിട്ട് ട്രാഫിക്കൊക്കെ മാറിയത്. ഷിബു പുള്ളിക്കാരൻ എന്നെ ഡ്രോപ്പ് ചെയ്തായിരുന്നു ബസ് സ്റ്റേഷനിൽ. എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല, കാരണം സമയം ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് ഞാൻ ഓടി വന്നതായിരുന്നേ. അപ്പോൾ പോകുന്ന ഹൈവേയിൽ ഇതൊക്കെ ഇങ്ങനെയാണ് വഴിയെല്ലാം കാണുന്നത്. റിയോ ഡെ ജനീറോയിൽ കുറേ ദിവസം എക്സ്പ്ലോർ ചെയ്തതിന് ശേഷം ഞാൻ അർജൻറ്റീനയിലേക്കായിരിക്കും പോകുന്നത്. അതിന് ഏകദേശം ഒരു 10,000 കിലോമീറ്റർ ഉണ്ട്. ആ 3000 കിലോമീറ്റർ ഞാൻ ലിഫ്റ്റ് അടിച്ച് പോകാനാണ് വിചാരിക്കുന്നത്. ഫുൾ ഹിച്ച് ചെയ്താലാണ് ബാക്ക് ടു എൻ്റെ ട്രാവൽ ബാക്ക് പാക്കിംഗ് നോർമൽ ലൈഫിലെത്തുള്ളൂ. അതാണ് അതിൻ്റെ ഒരു ഇൻട്രസ്റ്റ്. അപ്പോഴാണ് നമുക്ക് ലോക്കൽ ലൈഫും വില്ലേജും ആളുകളെയൊക്കെ കാണാൻ പറ്റുള്ളൂ. ബ്രസീൽ എന്ന് പറയുന്നത് ഒരുപാട് എന്താ പറയുക, ഒരുപാട് ഗ്രാമങ്ങളും അല്ല, എന്നാൽ ഒരുപാട് വലിയ സിറ്റികളും അല്ല. സെംപോളാണ് ഏറ്റവും വലിയ സിറ്റി. അത് കഴിഞ്ഞിട്ട് പിന്നെ ബാക്കിയുള്ളതൊക്കെ സിറ്റിയാണ്, പക്ഷെ ഒരുപാട് വലുതല്ല. പക്ഷെ സോഫാർ ഭയങ്കര അടിപൊളിയാണ്. എനിക്കറിയില്ല എങ്ങനെയാണ് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതെന്നുള്ളത്. ഇനി വരുന്ന വീഡിയോസിലൊക്കെ കാണാൻ പറ്റും. ഭയങ്കര വൈബുള്ള ആൾക്കാരാണ്, മൊത്തം നൈസാണ്. ആ യെല്ലോ ബസ്സിലാണ് ഞാൻ വന്നിട്ടുള്ളത്. ഇപ്പോൾ വഴിയിലെത്തിയപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി നിർത്തിയതാണ് കേട്ടോ. ഇവിടെ ഒടുക്കത്തെ റേറ്റാണ് ഫുഡിനെല്ലാം. അപ്പം ഞാൻ കുറച്ച് നട്ട്സും സ്നാക്സൊക്കെ കഴിച്ച് അങ്ങനെ പുറത്തുനിന്ന് ഫുഡ് കഴിക്കുന്നില്ല കേട്ടോ. ഭയങ്കര റേറ്റാണ് റെസ്റ്റോറൻറ്റിൽ നിന്ന് ഇവിടെ കഴിക്കാനായിട്ട്. ഇവർക്ക് ഈ ഡ്രൈവേഴ്സിനെല്ലാം ഫ്രീ ആയിരിക്കും. അതുകൊണ്ടാണ് അവരിവിടെ വലിയ പാർക്കിംഗ് ഒക്കെ ഉള്ള ഇങ്ങനെയുള്ള സ്ഥലത്ത് കൊണ്ട് നിർത്തുന്നത്. യൂഷ്വലി ഇപ്പം നമ്മളെ കൊളംബിയ, പെറു, ബൊലീവിയൊക്കെ ഭയങ്കര ചീപ്പാണ്. അതേപോലെ അല്ല ബ്രസീൽ. അർജൻറ്റീനയും ബ്രസീലും അത്യാവശ്യത്തിലധികം നല്ല എക്സ്പെൻസീവ് ആണ്. ഓൾമോസ്റ്റ് ഈക്വലാണ് യൂറോപ്പിലെ കൺട്രീസിൻ്റെ ആ ഒരു എക്സ്പെൻസിനനുസരിച്ച് ഫുഡ് കാര്യങ്ങളെല്ലാം. പോകുന്ന വഴിയൊക്കെ നൈസാണ് കാണാൻ. നോക്കിയേ, അവിടെയൊക്കെ വലിയ മലകളൊക്കെയാണ് കാണുന്നത്. കുറേ മലയും ഇതൊക്കെ കയറി ഇറങ്ങിയിട്ട് വേണം റിയോ ഡെ ജനീറോയിൽ എത്താനായിട്ട്. ഈ ട്രക്സൊക്കെ കാണുമ്പോൾ ഹിച്ചാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള തോന്നുന്നുണ്ട്. ഫൈനലി ഞാനിത് റിയോ ഡെ ജനീറോയിൽ എത്തിയിട്ടുണ്ട്. നല്ല ലേറ്റായി, 7 മണി കഴിഞ്ഞിട്ടുണ്ട്. ശരിക്കും 4:30 എത്തേണ്ടതാണ്. നല്ല ട്രാഫിക് ആയിരുന്നു, നല്ല ലേറ്റ് ആയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് ഞാൻ ഹോസ്റ്റൽ ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഹോസ്റ്റലിൽ സ്റ്റേ ചെയ്യാൻ വേണ്ടി പോവാണ്. ഇവിടെ നിന്ന് അങ്ങനെ മലയാളീസ് ഒന്നും ഇല്ല കേട്ടോ. പിന്നെ എനിക്ക് അങ്ങനെ അറിയുന്ന ആൾക്കാരൊന്നും ഇല്ല ഇവിടെ. അപ്പോൾ ഞാൻ ഹോസ്റ്റലെടുത്ത്, ഹോസ്റ്റലിന് തന്നെ പെർ ഡേ 1000 ആണ് ഏറ്റവും ചീപ്പസ്റ്റ് ആയിട്ടുള്ള ഹോസ്റ്റൽ. ബാക്കിയുള്ളതൊക്കെ 1500, 2000, 2500 അത്രയൊക്കെ റേറ്റ് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഫുഡൊന്നും കഴിക്കാത്തതുകൊണ്ട് ഉച്ചയ്ക്കൊന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ എന്തെങ്കിലും കഴിക്കാൻ വേണ്ടി നിൽക്കുവാണ്. ഇവിടെ ഒരു സ്ട്രീറ്റ് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ച്. ബർഗറാണ് അവിടെ വിൽക്കുന്നത് കണ്ടത്. അപ്പോൾ അത് കഴിക്കാമെന്ന് വിചാരിച്ച്. എത്ര റേറ്റ് എന്നൊന്നും എനിക്കറിയില്ല. എന്താ പറയുക, സ്പാനിഷ് അല്ലല്ലോ ഇവിടെ, പോർച്ചുഗീസ് എനിക്ക് അറിയാത്തതുകൊണ്ട് ട്രാൻസ്ലേറ്റിൽ സംസാരിക്കാനൊക്കെ പാടാണ്. ഞാൻ അത് ഉണ്ടാക്കുന്നത് കണ്ടപ്പോൾ അതിങ്ങനെ ഓലോന്ന് മാത്രം പറഞ്ഞ് എന്നിട്ട് ഇപ്പോൾ അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ് കേട്ടോ. ഇവിടെ കണ്ടോ കുറേ ഹോംലെസ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഇങ്ങനെ വഴിയിൽ നിൽക്കുന്നത് കാണാം. ഫോണ് സൂക്ഷിച്ച് ഉപയോഗിക്കാൻ എല്ലാവരും എൻ്റെ അടുത്ത് പറഞ്ഞു. തട്ടിപ്പറിച്ച് കൊണ്ടുപോകും എല്ലാവരും പറയുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ പേടിയാണ് വീഡിയോ എടുക്കാൻ. സൂക്ഷിച്ചാണ് ഞാൻ വീഡിയോ തന്നെ എടുക്കുന്നത്. ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതിന് 13 ഉള്ളൂ കേട്ടോ. അത് എന്ന് വെച്ചാൽ നമ്മളെ നാട്ടിലൊരു 260 ആ പൈസ. ഇതെന്താണെന്നൊന്നും എനിക്കറിയില്ല. മുട്ടയുണ്ട്, എന്തൊക്കെയുള്ളൊരു ബർഗറാണ്. ഞാനിതാണ് കഴിക്കാൻ പോകുന്നത്. ഇതാണ് ബർഗർ. ഞാൻ എല്ലാം ഇട്ടോളം പറഞ്ഞപ്പോൾ എല്ലാം ഇട്ട്. ചീസൊക്കെ ഉണ്ട് കേട്ടോ. എന്തൊക്കെയോ സാധനങ്ങൾ ഇതിലിട്ടിട്ടുണ്ട്. ഇവിടുന്ന് ഹോസ്റ്റലിലേക്ക് എങ്ങനെ പോകുമെന്ന് എനിക്കറിയില്ല. ബസ് കയറി വേണം പോകാനായിട്ട്. അപ്പം ഞാനിവിടെ ചോദിച്ച് പോവുകയാണ് ആൾക്കാരുടെ അടുത്തൊക്കെ. ട്രാൻസ്ലേറ്റിൽ ഒരാൾ ഇങ്ങോട്ട് കാണിക്കും, ഒരാൾ അങ്ങോട്ട് കാണിക്കും, ഒരാൾ ഇങ്ങോട്ടേ കാണിക്കും. ഞാനിപ്പോൾ ഇതാ ഇതിൻ്റെ മുകളിലേക്ക് കയറി പോകാനാണ് പറഞ്ഞത്. ഇതുവഴി കയറി പോയി നോട്ടെ. ബസ് കിട്ടുമോയെന്ന് അറിയില്ല. ബസ് കിട്ടുമെന്ന് വിചാരിക്കാം. എനിക്ക് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല കേട്ടോ. ഇവിടുത്തെ ആൾക്കാർ അയ്യോ അടിപൊളി. അയ്യോ എനിക്കൊന്നും പറയാൻ കിട്ടുന്നില്ല സത്യമായിട്ടും. സീരിയസ്ലി ബസ്സിലുള്ള ആള്
താഴേക്ക് ഇറങ്ങി വന്നിട്ട് എനിക്ക് വഴി കാണിച്ചു തന്നു ഹോസ്റ്റലിലേക്ക് ഇവിടുന്ന് ഒരു 100 മീറ്റർ ഉള്ളൂ, തൊട്ടപ്പുറയാണ്. അയ്യോ സത്യമായിട്ടും ഞാൻ അവിടുന്ന് വഴി ചോദിച്ച് ഇങ്ങനെ ട്രാൻസ്ലേറ്ററിൽ ചോദിച്ചപ്പോൾ കുറേ ആൾക്കാർ 500 മീറ്റർ എല്ലാം കുറേ നടന്നു പോയിട്ട് ബസ് കാണിച്ചെന്ന് ബസ്സിൽ കയറ്റിയത് വേറെ ആൾ. അത് കഴിഞ്ഞിട്ട് ബസ് ഡ്രൈവറോട് ഒന്നുകൂടെ കൺഫേം ആക്കാൻ ചോദിച്ചപ്പോൾ ആൾ ലൊക്കേഷനൊക്കെ എടുത്ത് മാപ്പിലൊക്കെ നോക്കി അതിനുശേഷം ഡ്രൈവ് ചെയ്ത് തുടങ്ങി. ഇപ്പോൾ ഇവിടെ കൂടെ നോക്കിയിട്ട് ഇങ്ങനെ പറഞ്ഞു. ഭയങ്കര സ്നേഹമുള്ള ആൾക്കാർ. എനിക്കറിയില്ല, യൂറോപ്പിൽ നിന്ന് ഞാൻ ഇവിടെ വന്നിട്ടാന്ന് തോന്നുന്നു. എനിക്ക് ഇവിടെ എന്താ അവിടെ എന്ന് പറയുമ്പോൾ ആരും നമ്മളെ നോക്കൂല, ചിരിക്കൂല. ഇവിടെ ആൾക്കാർ സംസാരിക്കുന്നു, നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. അയ്യോ ഒന്നും പറയാൻ കിട്ടുമോ. ഗുഡ് മോർണിംഗ്. ഞാൻ ഇന്നലെ ഈ ഒരു ഹോസ്റ്റലിലാണ് താമസിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ചെക്കൗട്ട് ചെയ്തു. എനിക്ക് ആ ഹോസ്റ്റൽ അധികം ഇഷ്ടപ്പെട്ടില്ല. എന്തോ ഒരു സ്മെല്ലും വൃത്തിയില്ലായ്കയൊക്കെയാണ്. വൃത്തിയില്ല എന്ന് പറഞ്ഞാൽ ഫുള്ള് വെള്ളമൊക്കെയാണ് വാഷ്റൂമിൻ്റെ അവിടെ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഹോസ്റ്റൽ ചേഞ്ച് ചെയ്യാമെന്ന്. അങ്ങനെ ഇന്നലെ അവിടെ സ്റ്റേ ചെയ്തിട്ട് ഞാനിപ്പോൾ ചെക്കൗട്ട് ചെയ്തു. പക്ഷെ ഞാൻ ബാഗ് അവിടെ തന്നെ വെച്ച്. ഇവിടെ ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലത്ത് കൊപ്പാക്കബാന എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലമാണ്. ഇവിടെ ആകെ ഉള്ളത് ബീച്ചസാണ് കാണാൻ. അപ്പോൾ ബീച്ച് തൊട്ടപ്പുറയാണ്. ഒരു 400 മീറ്റേഴ്സ് എനിക്ക് നടക്കാനുള്ള ദൂരമുള്ളൂ. അപ്പം ഞാൻ വിചാരിച്ച് ബീച്ചസ് എക്സ്പ്ലോർ ചെയ്യാം. ഇത് കറക്റ്റ് ടൈമിൽ ഇന്ന് മഴയൊക്കെയാണ്. ഇപ്പോഴത്തെ മഴ കുറച്ച് കുറവുണ്ട്. ഇപ്പോൾ ഒരു ചെറിയ വെയിലൊക്കെ വരുന്ന പോലെ ഉണ്ട്. പക്ഷെ ഇന്നലെ രാത്രി ഞാൻ വന്നപ്പോൾ തൊട്ടിട്ട് മഴയായിരുന്നു. ഞാൻ സാംപോലോ ഉണ്ടായിരുന്ന സമയത്ത് നല്ല തണുപ്പായിരുന്നു. അവിടെ ഇപ്പോൾ വെയിലാണെന്നാണ് അവിടെയുള്ള മലയാളത്തിന് ഞാൻ മെസ്സേജ് അയച്ചപ്പോൾ പറഞ്ഞു കേട്ടോ. ഇവിടെ എത്തിയപ്പോൾ ഇവിടെ ഇപ്പോൾ മഴയായി. ഞാൻ നാളെയും മറ്റന്നൊക്കെ വെതർ നോക്കിയപ്പോൾ മഴയാണ്. വിൻ്ററാണ്. പക്ഷെ ഇവിടെ സമ്മറിൽ നല്ല ചൂട് വരുന്ന സ്ഥലമാണ്. ഒരു 46-47 ഡിഗ്രി വരെ ഇവിടെ വെയിൽ വരും. അപ്പോൾ ഞാൻ എന്തായാലും ഇപ്പോൾ ബീച്ച് ജസ്റ്റ് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ച് അത് കഴിഞ്ഞിട്ട് ഞാൻ വേറെ ഹോസ്റ്റൽ സൈഡിലേക്ക് പോകും. ഡോഗ്സിനെ കൊണ്ട് പോകുമ്പോൾ അവർ എൻ്റെ അടുത്തേക്കാണല്ലോ വരുന്നത്. ഞാൻ ബാഗ് ഹോസ്റ്റലിൽ തന്നെ വെച്ചതാണ്. ചെക്കൗട്ട് ചെയ്തു. പക്ഷെ എന്നാലും നമുക്ക് ഹോസ്റ്റലിൽ ബാഗ് വെക്കാം. 6 മണി വരെ നമുക്ക് ബാഗ് വെക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടെയൊക്കെ ചെക്ക് ഇൻ ടൈം എന്ന് പറയുന്നത് 2 മണിയാണ്. നമ്മളെ നാട്ടിലൊക്കെ ഒരു 11 മണി 12 മണിക്കൊക്കെ ചെക്ക് ഇൻ ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ചെക്കൗട്ട് 12 മണിയും ചെക്ക് ഇൻ 2 മണിയാണ്. അപ്പോൾ ഞാൻ എന്തായാലും ഇത് കൂടെ എക്സ്പ്ലോറും ചെയ്യണം. എന്തെങ്കിലും ഫുഡും കഴിക്കണം. ഇന്നലെ രാത്രി ആ ബർഗർ കഴിച്ചതാണ്. അതിനുശേഷം പിന്നെ ഒന്നും കഴിച്ചിട്ടില്ല കേട്ടോ. ഇവിടെയാണെങ്കിൽ ബീച്ച് സൈഡിനോട് ചേർന്നായതുകൊണ്ട് തന്നെ ഒരുപാട് തണുപ്പ് അങ്ങനെ ഇല്ല. മഴയുണ്ടെങ്കിലും നോർമൽ നമ്മളെ നാട്ടിലൊരു കാലാവസ്ഥയാണ് കേട്ടോ ഇവിടെ. ഇപ്പം ആ കാണുന്നത് ഫുള്ള് ബീച്ചാണ്. ഇതിൻ്റെ അപ്പുറം അവിടെ ഇങ്ങനെ എന്തോ ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. സിഗ്നലെല്ലാം റെഡാണല്ലോ, എല്ലാവരും പോകുന്നുണ്ട്. അപ്പം ഞാനും പോവാണ്. ഞാനിതാ ബീച്ചിലൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവിടുത്തെ ഹെയർ ആക്കുന്നുണ്ട്. താങ്ക് യു. ഹെയർ ഇവിടെ എല്ലാവരും ഇവിടെ ഇങ്ങനെ മറ്റേ ഇവിടെ മിക്സ് ആണല്ലോ. അപ്പോൾ ആഫ്രിക്കൻ സംഭവങ്ങൾ, ബ്രൈഡ്സ്, ഹെയർ ബ്രൈഡ്സ് അതൊക്കെയാണ് കേട്ടോ കാണുന്നത്. തലയിലിടാൻ മറ്റേ ചാവ്. എനിക്ക് നല്ലതായിരിക്കും എന്ന് പറഞ്ഞ് ഇതാക്കുന്നത്. അത് അവരിട്ടരുമ്പോൾ അടിപൊളിയായിരിക്കും. അത് കഴിഞ്ഞ് വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എനിക്കത് യൂസ് ചെയ്യാൻ പറ്റൂല. എനിക്ക് അറിയൂല യൂസാക്കാൻ. എന്താ കുറേ ബാഗ്, സുവനീർ സംഭവങ്ങളൊക്കെയാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ബീച്ചിൽ നല്ല ക്രൗഡ് ഉണ്ടാവണ്ടായിരുന്നു. പക്ഷെ മഴ പെയ്തിട്ടുണ്ടോ, വഴി നോക്ക് മൊത്തം ചെളി മണ്ണുമായി. അതുകൊണ്ടൊരിതില്ല നോക്കി. അല്ലെങ്കിൽ ഈ ബീച്ചിൽ കംപ്ലീറ്റ് ക്രൗഡായിരിക്കും. എനിക്ക് തോന്നുന്നു ന്യൂ ഇയർ ടൈമിലും പിന്നെ മറ്റേ കാർണിവലിൻ്റെ ടൈമിലൊക്കെ ഇവിടെ ഫുൾ അടിച്ചുപൊളിയും അങ്ങനെയാണ്. ഭയങ്കര വൈബാണ്. ഞാൻ വീഡിയോസിലെല്ലാം കണ്ടിട്ടുണ്ട്. ഈ കൊപ്പക്കബാന ബീച്ച് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ബീച്ചാണ് ഈ കൊപ്പക്കബാന ബീച്ച് കേട്ടോ. അതിൻ്റെ തൊട്ടപ്പുറമാണ് ഞാൻ സ്റ്റേ ചെയ്യുന്നത് തന്നെ. ഞാനപ്പോൾ ഇവിടെ എന്തായാലും ബീച്ച് മാത്രമേ ഉള്ളൂ കാണാൻ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇവിടുന്ന് അവിടെ വരെ നടക്കാമെന്ന് വിചാരിച്ച്. ഇവിടെ പിന്നെ ഫുള്ള് ബാറുകളാണ്. ഫുഡ് കഴിക്കാനുള്ള ഓപ്ഷൻസ് ഇല്ല. ബാറിൽ പിന്നെ നല്ല റേറ്റ് ആയതുകൊണ്ട് ഞാൻ അവിടുന്ന് കഴിക്കില്ല. ജസ്റ്റ് ഒരു റൗണ്ട് അടിച്ചിട്ട് വരാമെന്ന് വിചാരിച്ച്. ഓക്കെ, ഇവിടെ ഞാനിത് ഈ ഒരു സാധനം മേടിക്കാം കേട്ടോ. കോണ് ആദ്യം എൻ്റെ അടുത്ത് 20 പറഞ്ഞു. പിന്നെ ഞാൻ 10 മേടിച്ചു കേട്ടോ. എൻ്റെ അടുത്ത് കൂടുതലാണ് പറയുന്നത്. ഇവിടെ എല്ലാവരുടെ അടുത്തും കൂടുതലാണ് പറയുന്നത്. 15 പറഞ്ഞു. ഞാൻ പറഞ്ഞു വേണ്ടെന്ന്. പിന്നെ 10 പറഞ്ഞു. എന്നുവെച്ചാൽ ഇന്ന് തന്നെ 400 രൂപയുണ്ട് ജസ്റ്റ് ഒരു കോണിന്. നമ്മളെ നാട്ടിൽ 30 രൂപക്ക് കിട്ടുന്ന സാധനമാണ്. അതിന് ഇവിടെ അവർ ഇത്രയും പൈസ പറയുന്നത്. ഓക്കെ, താങ്ക് യു. ഇത്രയും പൈസ കൊടുത്ത് വാങ്ങിയിട്ട് ഞാനത് കളയാണ്. എനിക്ക് വേറെ ഓപ്ഷൻ ഇല്ല. അത് കൊള്ളൂല, തീരെ കൊള്ളൂല. വെറുതെ ഞാൻ മേടിച്ച് വെച്ചാൽ അത് ബ്രേക്ക്ഫാസ്റ്റാ. വേറെ ഒന്നും കഴിച്ചിട്ടില്ല. ഇവിടുത്തെ വേവ്സ് നോക്ക്. ബീച്ചിൽ ഭയങ്കര എക്സ്ട്രീം വേവ്സാണ് കേട്ടോ. എന്നിട്ടും ആൾക്കാരുണ്ട്. ലൈക്ക് യൂഷ്വലി കുറേ ആൾക്കാരുണ്ടാവുന്ന. പക്ഷെ ഇന്ന്
വളരെ കുറച്ച് ആൾക്കാരുള്ളൂ. ഇവിടെ കുറേ മൗണ്ടെയിൻസ് കാണുന്നില്ലേ? ആ മൗണ്ടെയിൻസിലൊക്കെ ഹൈക്ക് ചെയ്യാൻ വേണ്ടി പോവാട്ടോ. നോക്ക്, കണ്ടോ? നോക്ക് കുറേ പോകാനുണ്ട്. ഞാൻ എന്തായാലും ഹോസ്റ്റൽ ചേഞ്ച് ചെയ്യണം. ഇനി ഇതുവഴി നടന്നു കഴിഞ്ഞാൽ പണിയാണ്. ബീച്ച് നടന്നു കഴിഞ്ഞാൽ തീരൂല. ആ അറ്റം വരെ ഉണ്ട്. ആ അറ്റം മുതൽ ഇതാ ഈ ഒറ്റടുത്ത് ഞാൻ തുടങ്ങിയതാ നടന്നിട്ട്. അവിടെ നിന്ന് അങ്ങ് കറങ്ങി പോകുന്ന അത്രയും ദൂരം എനിക്കുള്ള 2 കിലോമീറ്ററോളം ഉണ്ടാവും. ഇത് മറ്റേ ബദാമിൻ്റെ മരമാണ് കേട്ടോ. അതെ, അത് ഇവിടെ കുറേ കിടക്കുന്ന കാണുന്നു കഴിക്കാൻ. പക്ഷെ ഇത് എടുത്തിട്ട് ഞാൻ എവിടെ കൊത്തി പൊട്ടിക്കും? കല്ലൊന്നും ഇല്ല ഇവിടെ. നമുക്കത് കണ്ടിട്ട് എനിക്ക് കൊതിയാവുന്നുണ്ട് ഇതെല്ലാം പൊട്ടിക്കാനായിട്ട്. ബദാമിൻ്റെ മരമാണ് ഇവിടെ മൊത്തം കാണുന്നത്. ഞാനിത് ഇവിടെ 2 പുഴുങ്ങിയ കോഴിമുട്ട മേടിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ഇങ്ങനെ ഒരു ഷോപ്പാണ്. ഇവിടെ വേറെയും ഫുഡൊക്കെ ഉണ്ട്. അവർ കണ്ടോ എണീച്ച് നിന്നിട്ടാണ് ആ ഫുഡ് കഴിക്കുന്നത്. ഇവിടെ ഞാനിതാ വേറൊരു സാധനം വാങ്ങിയിരുന്നത് കുസീനിയ, അങ്ങനെ എന്തോന്നും ഇതിൻ്റെ പേര് പറഞ്ഞത്. ഇതിന് 10 ആണ് കേട്ടോ ഒരെണ്ണത്തിന്. ഇവിടുത്തെ 10. നാട്ടിലെ ഇവിടുത്തെ ഒരു ബ്രസീലിയൻ റിയാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിലെ 20 രൂപയാണ്. ഏകദേശമാണ് കേട്ടോ, 19-20 അങ്ങനെ. കപ്പ വെച്ചുണ്ടാക്കുന്ന സാധനമാണ്. ഈ അരിപ്പൊടിയും കാര്യങ്ങളൊന്നുമില്ല, കപ്പ ഏതിലും മൊത്തമുള്ള. ഉള്ളി ചിക്കനാണോ? കുഴപ്പമില്ല, ഒരുപാട് മധുരം എരിവൊന്നുമില്ല. ഉള്ളിൽ ചിക്കൻ കഴിക്കാൻ കിട്ടുന്നുണ്ട്. ഇത് എല്ലാ സ്ഥലത്തും ഇങ്ങനെ കണ്ടേ. ഞാനിങ്ങനെ നടക്കുന്ന സമയത്ത് എല്ലാവരും ഇങ്ങനെ സ്ട്രീറ്റ് ഫുഡായിട്ട് വിൽക്കുന്നത് കണ്ടു. ഞാനത് കഴിച്ചിട്ട് ഇറങ്ങി. ആ ഒരു സാധനത്തിന് ഒരു 200 രൂപയാണ് വരുന്നത്. നമ്മളെ നാട്ടിലെല്ലാം ലൈക്ക് ഒരു 25 രൂപക്കൊക്കെ കിട്ടുന്ന പോലെ ഇവിടെ കട്ട്ലറ്റൊക്കെ 25 കിട്ടൂലേ, അതുപോലെ ഇവിടെ 200 ആവുന്ന കേട്ടോ. പിന്നെ ഞാൻ ജേഴ്സി മേടിക്കണം എന്ന് ഓർത്തിട്ട് ഞാനിങ്ങനെ കുറേ കടയിൽ ചോദിച്ചു. ഭയങ്കര എക്സ്പെൻസീവാണ് എല്ലാത്തിനും. 200, 150, 100. ഏറ്റവും കുറവ് പറഞ്ഞത് 89 എന്ന് വെച്ചാൽ 90. 50 എന്ന് പറഞ്ഞാൽ തന്നെ 1000 കൂടുതലായി. അപ്പോൾ നല്ല എക്സ്പെൻസീവാണ്. ഞാൻ ഈ ചീപ്പസ്റ്റ് ആയിട്ട് എവിടെയെങ്കിലും കിട്ടുവാണെങ്കിൽ വാങ്ങാമെന്ന് ഓർത്തിട്ടാണ്. ചീപ്പസ്റ്റ് അല്ല, അറ്റ്ലീസ്റ്റ് അഫോർഡബിൾ ആയിട്ട്. ഒടുക്കത്തെ റേറ്റാണ്. ഓ ക്യൂട്ട് പൂച്ച. എൻ്റെ അമ്മോ എന്ത് തടിയും പൂച്ചയാ. നോക്കി ഇതും അതും അതെ. ഓ ഇതേ വലുത് നോക്ക്, നല്ല രസമുണ്ട് കാണാൻ. എൻ്റെ അമ്മോ എന്തൊരു ക്യൂട്ടാ. കടിച്ച് തിന്നാൻ തോന്നുന്നു. ഭയങ്കര രസമുണ്ട് കേട്ടോ. തടിയും പൂച്ച ഭയങ്കര തടിയുണ്ട് കേട്ടാ. ഇത് അത്രയും തടിയില്ല. കുറേ എണ്ണമുണ്ട്. പുള്ളിക്കാരി ഫുഡ് എടുത്തോണ്ടിരിക്കുവാണ് കേട്ടോ പൂച്ചകൾക്കൊക്കെ. ഇതിനെ കാണാനാണ് ഭയങ്കര രസം. ഒരു പ്രത്യേക തരം കളർ കണ്ടോ. കണ്ണ് നല്ല രസമുണ്ട്. നോക്കി പേടിപ്പിക്കുവാണ് കേട്ടോ എന്നെ. ഇഷ്ടപ്പെട്ടിട്ടില്ലെന്ന് തോന്നുന്നു ഞാൻ വീഡിയോ എടുത്തത്. എന്നെ നോക്കി പിടിക്കുന്നത് അവിടെയൊക്കെ ഉണ്ട്. അവിടെയും ക്യൂട്ടായിട്ടുള്ള കുറേ എണ്ണമുണ്ട്. നോക്ക് അവിടെയൊക്കെ കാണുന്നുണ്ട് കുറേ എണ്ണത്തിന്. ഇവിടെ നോക്ക്, ആ കാണുന്ന ഒരു ചെരുപ്പ് കടയാണ്. ഇവിടെ എല്ലാവരും യൂസ് ചെയ്യുന്നത് ഇങ്ങനത്തെ ടൈപ്പ് ചെരുപ്പാണ്. കണ്ടോ, കുറേ കസ്റ്റമൈസ് ചെയ്തിട്ട് നമുക്ക് കിട്ടും പല രീതിയിൽ. ഞാനിവിടെ ബസ് കാത്ത് നിൽക്കുകയാണ് കേട്ടോ, അടുത്ത സ്ഥലത്തേക്ക് പോകാനായിട്ട്, ഹോസ്റ്റലിലേക്ക്. അപ്പോൾ ഇവിടെ ബസ്സിൽ എങ്ങനെ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്പേഴ്സ് ഉണ്ട്. ഇപ്പോൾ 483 കണ്ടില്ലേ, അതുപോലെ ഓരോ നമ്പേഴ്സ് ഉണ്ടാവും. അപ്പോൾ ആ നമ്പേഴ്സ് എഴുതിയിട്ടുണ്ടാവും ഇന്ന സ്ഥലം. അത് ഞാൻ ആൾക്കാരുടെ അടുത്ത് ഓരോ സ്ഥലത്തേക്ക് പോകാൻ ഏത് ബസ്സിൽ ഏത് നമ്പറെന്ന് ചോദിച്ചിട്ടാണ് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം പോകുന്നത്. ഇവിടെ ഏറ്റവും ചീപ്പസ്റ്റ് ഓപ്ഷൻ നമുക്ക് പോകാൻ പറ്റുന്ന ബസ്സാണ്. ബസ്സിന് ടൈം എടുക്കും, പക്ഷേ ടൈം എടുത്താലും നമുക്ക് ഒരു 100 രൂപയ്ക്ക് ഒരു ബസ് കയറി കഴിഞ്ഞാൽ 100 രൂപ ആ ഒരു റേറ്റിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാം. അല്ലെങ്കിൽ ബസ്സും ബസ്സല്ലാതെ ടാക്സി ഒക്കെ ആണെങ്കിൽ ബുദ്ധിമുട്ടാണ്. മെട്രോ ഉണ്ട്, പക്ഷെ മെട്രോ ഭയങ്കര കൺവീനിയൻ്റ് അല്ല, എല്ലാ സ്ഥലത്തേക്കൊന്നും ഇല്ല. ഞാൻ കയറിയ വണ്ടി കേട് വന്നു, എന്തോ പറ്റിയ വണ്ടിയിൽ നിന്ന് എല്ലാ ആൾക്കാരും ഇറങ്ങുന്നുണ്ട്. ഭാഗ്യം എനിക്ക് ഇറങ്ങാറായിട്ടുണ്ടായിരുന്നു. ഒരു 200 മീറ്ററും കൂടെ കഴിഞ്ഞാൽ എനിക്ക് ഇറങ്ങാനാണ്, അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ അവിടെ നിന്ന് പിന്നെ ഒരു 300 മീറ്റർ എന്തോ നടക്കാനുള്ളൂ. 300 ഇല്ല, ഒരു 150 മീറ്റർ എന്തോ ഉള്ളൂ. ഇപ്പോൾ ടോട്ടൽ 350 മീറ്റർ നടന്നാൽ ഞാൻ എത്തും. ഇതുവഴി നടക്കാൻ ഇപ്പം എനിക്ക് പേടിയാവാണേ. എല്ലാവരും എൻ്റെ അടുത്ത് ബി കെയർഫുൾ അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറയുന്നത്. ആഫ്രിക്കയിൽ പോകുന്ന സമയത്തും ഭയങ്കര പിടിച്ചു പറയും ഇങ്ങനെ പ്രശ്നങ്ങളുണ്ട്. പക്ഷെ അവിടെ ലോക്കൽ ആൾക്കാരൊന്നും നമ്മളോട് പറയൂല. ഇവിടെ എല്ലാവരും ഇങ്ങനെ പറയുന്നുണ്ട്, ഫോണ് സൂക്ഷിക്ക്, എടുത്തോണ്ട് പോവും, അടിച്ചോണ്ട് പോവും, ഇത് തന്നെ പറയുന്നത്. ഇവിടെയൊക്കെയാണ് ഓരോരുത്തർ സ്റ്റേ ചെയ്യുന്നത്. ഇങ്ങനെയുള്ള ആൾക്കാരാണ് അടിച്ചോണ്ട് പോകുന്ന പറയുന്നത്. പേടിയായിട്ട് വയ്യ, ഫോണ് പോയി കഴിഞ്ഞാൽ എൻ്റെ വേറെ ഒന്നും ഉണ്ടാവില്ല. ഈ കാണുന്നതാണ് എൻ്റെ ഹോസ്റ്റൽ കേട്ടോ, കാസിൽ ഓഫ് വൈബ്സ് എന്നും പറഞ്ഞിട്ട്. അതെങ്ങനെയാണ് അങ്ങോട്ട് പോകേണ്ടത്? കോളിംഗ് ബെല്ലും എല്ലാം ഉണ്ടാ? കോളിംഗ് ബെല്ല് അതെ അവിടെ അടിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ.
അവർ വരുമായിരിക്കും താഴേക്ക്. ഒരു മെയിൻ സ്ട്രീറ്റിൽ തന്നെയാണ് കണ്ട, ബസ്സും എല്ലാം ഇവിടെ തന്നെ ഉണ്ട്. ഇവിടെ കണ്ടോ എല്ലാം ഫുൾ പെയിൻ്റൊക്കെ അടിച്ച് നല്ല രസമാണ് ഇതുവഴി നടക്കാനും കാണാനൊക്കെ. സമ്മറിലാണെങ്കിൽ കുറച്ചും കൂടെ അടിപൊളിയായിരുന്നു. പക്ഷെ ഇപ്പോൾ വിൻ്റർ ആയതുകൊണ്ട് എനിക്ക് വിൻ്ററാണ് കുറച്ചുകൂടെ ബെറ്റർ. കാരണം തണുപ്പ് ആ ഒരു രീതിയിൽ ലൈക്ക് ചൂടെടുക്കുന്നില്ല, അങ്ങനെ നടക്കാനൊക്കെ അടിപൊളിയാണ്. ഇപ്പോൾ ഇവിടുത്തെ ആൾക്കാരനെ കണ്ടേ ഫുൾ കേളി ഹെയർ ഒക്കെ ആയിരിക്കും, കാണാനും ഭയങ്കര നൈസാണ്. ഇവിടുത്തെ കൾച്ചർ ഭയങ്കര ഡിഫറെൻ്റ് ആണ്. എന്ന് വെച്ചാൽ ഫുൾ ഒരു അടിച്ചുപൊളി അങ്ങനത്തെ കൾച്ചറാണ്. ഒരു വെസ്റ്റേൺ ലൈഫാണ് ഇവിടെ കൂടുതലും. ബ്രസീൽ എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവരുടെയും മനസ്സിൽ ആദ്യം വരുന്നൊരു കാര്യം എന്ന് പറയുന്നത് റിയോ ഡെ ജനീറോ. ഈ ഒരു സ്ഥലമായിരിക്കും. ഈ ബ്രസീലിൽ റിയോ ഡെ ജനീറോ അറിയാത്ത ഒരാൾ പോലും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല, എല്ലാവർക്കും അറിയുന്നതാണ്. പിന്നെ ഫുട്ബോൾ അറിയാലോ, ഇപ്പോൾ വേൾഡ് കപ്പ് സ്റ്റാർട്ട് ആവാറായതുകൊണ്ട് തന്നെ കുറേ ജേഴ്സി കാര്യങ്ങളൊക്കെ എല്ലാവരുടെയും കാണാം. ഓരോരുത്തരിടുന്ന ഡ്രസ്സാണെങ്കിലും നമുക്കിങ്ങനെ കുറേ കാണാൻ പറ്റും. പണ്ട് റിയോ ഡെ ജനീറോ ആയിരുന്നു ബ്രസീലിൻ്റെ ക്യാപിറ്റൽ സിറ്റി. പക്ഷെ ഇപ്പോൾ ബ്രസീലിയ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലമാണ്. പക്ഷെ എന്നാൽ പോലും ബ്രസീലിലെ ഏറ്റവും ഫേമസും ഏറ്റവും കൂടുതൽ ആളുകൾ ഒരു വർഷം സന്ദർശിക്കുന്നതും റിയോ ഡെ ജനീറോ ആണ്. റിയോ ഡെ ജനീറോയിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ളൊരു അക്വഡേറ്റ് ആണ് ഈ കാണുന്നത്. 1744 1750 കാലങ്ങളിൽ പോർച്ചുഗീസ് ആണ് ഇത് നിർമ്മിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം അന്ന് ഇവിടെ എന്ന് പറയുമ്പോൾ മലനിരകളുണ്ട്, പിന്നെ ഓഷ്യൻസ് ഉണ്ട്, കടലും എല്ലാം ഉള്ളൊരു സ്ഥലമാണ് ഈ റിയോ ഡെ ജനീറോ. അപ്പോൾ അന്ന് മലനിരകളിൽ നിന്നും ഈ ടൗണുകളിലേക്കൊക്കെ വെള്ളം എത്തിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയൊരു അക്വഡേറ്റ് ആണിത്. പക്ഷെ ഇന്നിപ്പോൾ ഇതൊരു വളരെ ഫേമസും ടൂറിസ്റ്റുകൾ വന്ന് ഫോട്ടോസ് എടുക്കാനൊക്കെ പറ്റിയൊരു സ്ഥലമായിട്ടാണ് മാറിയത്. ഇപ്പൊ നോക്ക് എന്ത് രസമാണ് കാണാൻ, അടിപൊളിയാണ് കേട്ടോ. ഇത്തിരി വെയിൽ വന്നു കണ്ടോ, വെയിൽ വന്നപ്പോൾ കാണാൻ ഭയങ്കര നൈസായിരിക്കും, ചൂടുണ്ടെങ്കിലും. പക്ഷെ ഇപ്പം ചൂടൊന്നുമില്ല, ഇപ്പം നല്ല വെതറാ. കുറച്ച് വെയിലൊന്നും ഇടയ്ക്ക് കിട്ടിയാൽ മതി. ഇപ്പോൾ വിൻ്റർ കംപ്ലീറ്റ് അങ്ങനെ സ്റ്റാർട്ടായിട്ടില്ല ഇവിടെ. പക്ഷേ വിൻ്റർ ആണെങ്കിൽ പോലും ഇവിടെ വെയിലുണ്ടാകുന്നുണ്ട്. മഴ ആയതുകൊണ്ടാണ് ഇവിടെ വെയിലില്ലാതിരുന്നത്. നോക്കി, ആ കാണുന്നത് ഒരു കാത്തഡ്രൽ എങ്ങാണ്ടാണ് കേട്ടോ, എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല, അത് ചെക്ക് ചെയ്യണം. ബ്രസീൽ ആക്ച്വലി ഫണ്ണാണ്. എന്നെപ്പോലെ ട്രാവൽ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കൊക്കെ അടിപൊളി സ്ഥലമാണ്. ആകെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ കുറച്ചധികം എക്സ്പെൻസീവാണ്. അതല്ലാണ്ട് വെച്ച് നോക്കുമ്പോൾ ആൾക്കാർ വൈബാണ്, സ്ഥലങ്ങൾ വൈബാണ്, കംപ്ലീറ്റ്ലി ഒരു വൈബാണ്. പിന്നെ വേറൊരു ഇൻട്രസ്റ്റിംഗ് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിലൂടെ ട്രാം പാസ് ചെയ്യും കേട്ടോ. അത് വല്ലപ്പോഴാണ് പാസ് ചെയ്യുന്നുള്ളൂ. ഇപ്പോൾ പാസ് ചെയ്യുന്നുണ്ടോയെന്ന് എനിക്ക് ആക്ച്വലി അറിയില്ല. പക്ഷേ വെള്ളത്തിനുള്ള പുതിയ ടെക്നോളജി കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ഇത് യൂസ് ചെയ്യാണ്ടായി. എന്നിട്ട് അതിൻ്റെ മുകളിലൂടെ അത് വേസ്റ്റ് ആവാതിരിക്കാൻ ട്രാം നിർമ്മിച്ച്, ട്രാം പോകാനുള്ള ലൈൻ അതുണ്ടോ, അതുകൊണ്ട് അതിൻ്റെ ആ കണക്ഷനാണ് ആ മുകളിൽ ഇങ്ങനെ കാണുന്നത്. ഇങ്ങനെയുള്ള ചെറിയ വഴിയിലൂടെ പോകുമ്പോഴാണ് സൂക്ഷിക്കേണ്ടത്. ഫോൺ ഞാൻ 2 കൈയൊക്കെ വെച്ചിട്ടാണ് ഞാൻ വീഡിയോസ് എടുക്കുന്നത്. അത്രയും റിസ്ക് എടുത്തിട്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. കാരണം ഇവിടെ എല്ലാവരും എൻ്റെ അടുത്ത് പറയുന്നത് ഫോൺ സൂക്ഷിക്കണം. ഇത് മാത്രം എല്ലാവരും എൻ്റെ അടുത്ത് പറയുന്നത് കേട്ടോ. ഈ ഹോംലെസ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഏറ്റവും കൂടുതൽ ഇങ്ങനെയുള്ള ചെറിയ വഴിയിലാണ് ഉണ്ടാവുക. ഇവർക്കൊക്കെ ആക്ച്വലി ഗവൺമെൻറ് വീടും ഫുഡും സ്ഥലവും ഒക്കെ കൊടുക്കുന്നുണ്ട്. പക്ഷെ അവർക്കത് ഇങ്ങനെ ഡ്രഗ്സൊക്കെ യൂസ് ചെയ്ത് അങ്ങനെ താല്പര്യമില്ല പോയി നിൽക്കാനായിട്ട്. അതുകൊണ്ടാണ് അവർ എവിടെയും പോവാത്തത്. കണ്ടോ, സ്കൈ ദേ കുറച്ചിങ്ങനെ പെട്ടെന്ന് ഇവിടെ ഇരുട്ടാവേ. ഇപ്പോൾ സമയം ഒരു 4:30 ആയിട്ടുള്ളൂ. പക്ഷെ എന്നാലും പെട്ടെന്ന് ഇരുട്ടായി വരുന്നത്. കുഞ്ഞു പിള്ളേരാണ് ഏറ്റവും പ്രശ്നം. പിള്ളേരാണ് എടുത്തിട്ട് പോവാന്നാണ് പറയുന്നത് ഇവിടുത്തെ ആൾക്കാർ. കാരണം നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യില്ലല്ലോ പിള്ളേർ എടുക്കുന്നുള്ളത്. എക്സ്പെക്റ്റ് ചെയ്യാത്ത സമയത്ത് ഇവരെടുത്തിട്ട് പോകും, അതാ പ്രശ്നം. ഇത് ലാപ്പ എന്ന് പറയുന്ന എങ്ങാണ്ട സ്ഥലമാണ് കേട്ടോ. ഇവിടെ ലാപ്പ ബ്രസീൽ എന്ന് പറഞ്ഞ് ഫ്ലാഗൊക്കെ ആയിട്ട് മൊത്തം നല്ല രസമുണ്ട് കേട്ടോ. ഫുൾ കളർഫുള്ളാണ് കാണാൻ, അടിപൊളിയാണ്. എല്ലാവിടെയും പെയിൻ്റ് അടിച്ചിട്ട് പഴയ ബിൽഡിങ്സൊക്കെയാണ് കാണുന്നത് കണ്ടോ. സ്പ്രേ പെയിൻ്റ് എല്ലാവിടെയും അടിച്ചിട്ടുണ്ട്. ഇവിടെ കൂടുതലും കഫേസ് എല്ലാം കാണുന്നത്. അടുത്ത ഫേമസ് ആയിട്ടുള്ള ഒരു സ്ഥലത്താണ് ഞാൻ വന്നിട്ടുള്ളത്. ഇത് വെറും സ്റ്റെപ്പുകളല്ല കേട്ടോ, ഓരോ സ്റ്റെപ്പിനും ഓരോ കഥകളുണ്ട്. സ്കദറിയ സെലറോൺ എന്നാണ് ഇത് വായിക്കുന്നത്. കറക്റ്റ് ആണോ എന്ന് എനിക്കറിയില്ല പ്രൊണൗൺസ് ചെയ്യുന്നത്. അതാണ് ഈ സ്ഥലത്തിന്റെ പേര്. ഗോർജ് സെലറോൺ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പുള്ളിക്കാരനാണ് ഇത് മൊത്തം നിർമ്മിച്ചത്. 60ഓളം രാജ്യങ്ങളിൽ നിന്ന് കളക്ട് ചെയ്തിട്ടുള്ള ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ടൈൽസ് ആണ് ഇവിടെ ഒട്ടിച്ചുള്ളത്. കണ്ടോ, ലക്സംബർഗ്,
ക്യൂബ, ഇങ്ങനെ ഓരോ കൺട്രിയിലെയും ടൈൽസാണ് ഇവിടെ കാണുന്നത്. 2000-ലധികം ഡിഫറെൻ്റ് ആയിട്ടുള്ള ടൈലുകൾ ഇവിടെ കാണാൻ പറ്റും. കണ്ടോ, ബുദ്ധ, എസ്തോണിയ, അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഓരോ രാജ്യങ്ങളിലെയും ടൈലാണ് കാണുന്നത്. പിന്നെ പുള്ളിക്കാരന് ട്രാവൽ ചെയ്തിട്ടുള്ള ആൾക്കാർ അവരവരുടെ രാജ്യം, ഇപ്പം ഞാൻ ഇന്ത്യയിൽ നിന്നാണെങ്കിൽ ഇന്ത്യയിലുള്ള ടൈൽ ഇവിടെ കൊടുത്തിട്ട് അങ്ങനെ ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം എല്ലാവരും ഫോട്ടോ എടുക്കാനും അങ്ങനത്തെ ഒരു ടൂറിസ്റ്റിക് സ്ഥലമാണത്. വയസ്സായ ആൾക്കാർ വരെ ചാടി കയറാൻ വേണ്ടി നിൽക്കുന്നത് കണ്ടോ. എന്താണോ അതിൽ എഴുതിയേക്കുന്നത് കണ്ടോ, ബ്രസീൽ മോ സെലറോൺ എന്നെന്തോ എഴുതിയിട്ടൊക്കെ കാണുന്നത്. മോസ്റ്റ്ലി ലൈക്ക് യങ്സ്റ്റേഴ്സ് ആണ് ഇവിടെ കൂടുതൽ. ഇങ്ങനെ മുകളിലേക്ക് കുറേ സ്റ്റെപ്സ് ഉണ്ട്. ഞാൻ പറഞ്ഞില്ല, ഓരോന്നും ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള ടൈൽസൊക്കെയാണ്. ആ ടൈൽസ് കാണാൻ തന്നെ നല്ല രസമുണ്ട് കേട്ടോ. നോക്കി, ഫുൾ കളർഫുള്ളാണ് ഇവിടെ എല്ലാം. ഇത് നിർമ്മിച്ചിട്ടുള്ള പുള്ളിക്കാരൻ 2013 മരണപ്പെട്ടു. ആളെ അടക്കം ചെയ്തു ഇവിടെ തന്നെയാണ്. ഇവിടെ ഒരാളുടെ മാത്രം ഒറ്റയ്ക്ക് ഫോട്ടോ കിട്ടാൻ വലിയ പാടാണ്. കാരണം എല്ലാവരും നിന്ന് ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുക. മിക്ക ആൾക്കാരും ജേഴ്സിയാണ് ഇട്ടേക്കുന്നത്. എല്ലാവരും ഇവിടെ നിന്ന് ജേഴ്സി വാങ്ങിയിട്ട് ഇടുന്നുണ്ട് കേട്ടോ, ബ്രസീലിൻ്റെ ജേഴ്സി. അത് കാണാൻ തന്നെ നല്ല രസമുണ്ട്. ഇത് കണ്ടോ, കസാക്കിസ്ഥാനിലെല്ലാം ടൈലാണ് ഈ കാണുന്നത്. കസാക്കിസ്ഥാനിൽ ഭയങ്കര രസമുള്ള ടൈലാണ്. അവിടെ പള്ളികളാണെങ്കിലും നല്ല രസമാണ് കാണാൻ. എല്ലാം ഉണ്ട്, എല്ലാം ഒരു ഒട്ടുമിക്ക കൺട്രിന്നും ഡിഫറെൻ്റ് ആയിട്ടുള്ളുണ്ട്. ഓരോ കൺട്രീൻ്റെയും ഡിഫറെൻറ്റ് സ്ഥലത്തേ ഉണ്ട്. അവിടെ നിന്ന് ഇറങ്ങി ഞാൻ എന്താ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നേക്കാണ്ടോ. അപ്പോഴാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. ലാസ്റ്റ് പീസ് ഓഫ് ബർഗർ. ഇന്നലെയും ബർഗർ, ഇന്നും ബർഗറാണ്. ഇവിടെ ഇങ്ങനെ ചെറിയ ഷോപ്പൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ അവിടുന്ന് ബർഗർ എല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് എനിക്ക് വെള്ളം തയ്ക്കുന്നുണ്ട്. അപ്പം ഇതെല്ലാവരും ഇവിടെ കുടിക്കുന്നത് കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പാഷൻ ഫ്രൂട്ടിൻ്റെ അതാണ് പറഞ്ഞിട്ടുള്ളത്. പല സാധനങ്ങളുണ്ട്. ലൈമെല്ലാം ഉണ്ട്. ഞാൻ പാഷൻ ഫ്രൂട്ടിൻ്റെ സാധനം പറഞ്ഞു. നല്ല സ്മെല്ലൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പൊ നല്ലൊരു പണിയാണ് കിട്ടിയത്. അത് ടക്കിയിലെന്തോ മിക്സ് ആയിട്ടുള്ള ഒരു കോക്ടെയിലായിരുന്നു. അത് ലിക്കറായിരുന്നു. ഇതാണ് ജ്യൂസ്. ഞാൻ രണ്ടാമത് ഇത് മേടിച്ചു. കാരണം ആദ്യത്തേത് ലിക്കറായിരുന്നു. എനിക്ക് മനസ്സിലായില്ല. കുടിച്ചപ്പോൾ തന്നെ ഇങ്ങനെ ഇറങ്ങിപ്പോയി. എനിക്ക് വായിക്കാൻ അറിയാത്തതുകൊണ്ട് ഞാൻ പാഷൻ ഫ്രൂട്ട് കണ്ടപ്പോൾ തന്നെ ഞാൻ അത് ഓർഡർ ചെയ്ത്. ഇത് അടിപൊളി. ഇത് ജ്യൂസാണ്. അതൊക്കെ കുടിച്ച് തിരിച്ച് ഹോസ്റ്റലിൽ വന്നു. ഹോസ്റ്റലിൽ നമുക്ക് 10 മണി കഴിഞ്ഞ് അങ്ങനെ ഫോണൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. സോ കിടന്നുറങ്ങാൻ വേണ്ടി പോവാണ്. ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാൻ പോകുന്നത്. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.